ഇവൾ ഒരിടത്തേക്കും വരുന്നില്ല. നിങ്ങൾ പോയിക്കോ. എന്താ ശ്യാമാൻറ്റി, ഞങ്ങളുടെ കൂടെ പപ്പിയും കൂടി വിടുന്നേ, അല്ലെങ്കിൽ എനിക്ക് ബോറടിക്കും. പോവണ്ടെന്ന് പറഞ്ഞ പോണ്ട, അത്ര തന്നെ. എന്താ ലോഹിത്തെ, പപ്പി കൂടി ഞങ്ങളുടെ കൂടെ ഒന്ന് വിടറാ. ഞങ്ങളെല്ലാരും ഒന്ന് കറങ്ങിയിട്ട് വരാനാ. പ്ലീസ്, ഞങ്ങൾ പെട്ടെന്ന് വരാം. അച്ഛാ പ്ലീസ് അച്ഛാ. എടാ, മോള് പറയുന്ന കേട്ടില്ലടാ, ഒന്ന് വിടറാ. വാ മോളെ, ചെല്ലേ. രോഹിത്തെ, കൈ എടുക്കടി. മക്കളെല്ലാം കൊണ്ട് വാ പപ്പി. വിഷ്ണുച്ചാ, എങ്കിൽ പോവാം. ഓക്കെ. റോ കൊണ്ടുപോയിക്കോ. നിങ്ങളെല്ലാവരും കൂടി അടിച്ചു പൊളിച്ചൊന്ന് കറങ്ങിട്ട് വാ. അത് നോക്കണ്ട, കുട്ടികൾ സന്തോഷമായിട്ടിരിക്കട്ടെ, അതല്ലേ വേണ്ടത്. ചെല്ലേ. അച്ഛൻ ഞങ്ങളെ പോയിട്ട് വരാം. അല്ല, കളക്ടറമ്മ കേട്ടില്ലേ? വാ പോവാം, വാ. പോയിട്ട് ഈ ഡ്രസ് മതി അച്ഛാ. എന്റെ അമ്മ, പിന്നല്ലാതെ അച്ഛന്റെ കുട്ടികൾ എന്തിട്ടാലും നല്ല ഭംഗിയല്ലേ? വാ വാ, ഇനി നേരെ കളയണ്ട, വാ. ശരി, നടക്ക് നടക്ക് നടക്ക്. സത്യമേ, ഞാനിപ്പോ വരാം. ഇവനത് എന്താ പറ്റിയത്? അവൻ മാറി. അവന്റേതായ ഒരു ജീവിതമേ അവനിപ്പോ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിനക്കോ എനിക്കോ ഒരു സ്ഥാനം ഇല്ല ഭാമേ. പിന്നാന്നോ നിന്റെ ആഗ്രഹങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ ഒക്കെ അവൻ വിലർപ്പിക്കുന്നേ? രണ്ടെണ്ണം കേറിക്കോ. വിഷ്ണുച്ചാ, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? അതൊക്കെ പറയാം. കേറ് കേറ്. സീക്രട്ടാ. എന്തേ കേറുന്നില്ലേ? അല്ല, ഇതിപ്പോ എങ്ങോട്ടാ നമ്മള്? ചില തീരുമാനങ്ങളെ പെട്ടെന്നായിരിക്കും. കേറങ്ങോട്ട്, കിന്നാരം പറഞ്ഞു കേറ്. കേറമ്മേ. അത് ശരി, കേറുവാ. പോട്ടെ. ടാറ്റാ. ടാറ്റാ. എന്താണാവോ കാര്യം? നിന്റെ സുഖവിവരങ്ങൾ തിരക്കാൻ വന്നാടാ. ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ മാണിക്കോത്ത് മണിമാളികയിൽ പിറന്ന നിനക്ക് ദഹിക്കുമോന്ന് നേരിട്ട് ചോദിച്ചറിയാൻ വന്നതാ. വലിയ പേരുകേട്ട കുടുംബത്തിലെ അംഗമല്ലേ നീ? കൂടുതൽ സൗകര്യം അറേഞ്ച് ചെയ്യണോ അതോ മറ്റെന്തെങ്കിലും ബദൽ സംവിധാനം അറേഞ്ച് ചെയ്യണോ? മാണിക്കോത്തെ ഒറ്റ മോനല്ലേ നീ? പിന്നെ ഇവിടെ കൊതുക് ശല്യമൊക്കെ ഉണ്ടാവും. സപ്രപഞ്ചത്തിൽ കിടന്ന് ശീലിച്ച തമ്പുരാന് ഇവിടുത്തെ സംവിധാനമൊക്കെ പറ്റുന്നുണ്ടോ ആവോ? ഓ, കൊതുക് ഒളിച്ചു വന്ന് ചോര കട്ടുപിടിക്കുന്ന അല്പപ്രാണിയുടെ ഭീഷണി അല്ലേ? അതും പാമ്പിനെ കഴുത്തിലണിഞ്ഞ് ചുടലയിൽ നൃത്തം ചെയ്യുന്നവന്റെ അടുത്ത്. സാറേ, ശിവനാണ് ഞാൻ, സംഹാരമൂർത്തി. കേട്ടിട്ടില്ലേ? കൈയും കാലും മാത്രമല്ല, നിന്റെ നാവും പ്രശ്നമാണല്ലോടാ. മാണിക്കൂത്ത് മഹേന്ദ്രന്റെ ജനസ സാറേ, അതെവിടെയാണെങ്കിലും നാഗമാണിക്യം പോലെ വെട്ടിത്തിളങ്ങും. അതായത്
സിംഹം എന്നും സിംഹം തന്നെയാ. കൂട്ടിൽ പിടിച്ചിട്ടാലും കൈപ്പാങ്ങിന് കിട്ടിയ കാവൽക്കാരന്റെയും കഥ കഴിക്കും. നീ ആരാടാ? നിന്റെ ലോക്കൽ കളി ഇവിടെ വേണ്ട. അടങ്ങി ഒതുങ്ങി കിടന്നില്ലെങ്കിൽ കൂട്ടിലടയ്ക്കപ്പെട്ട തെരുവുപട്ടിയേക്കാളും കഷ്ടമാവും നിന്റെ അവസ്ഥ. മനസ്സിലാടാ? കൈയെടുക്ക് സാറേ. ഇല്ലെങ്കിൽ എന്നെ നീ എന്ത് ചെയ്യൂടാ? എടുക്ക് സാറേ. സാറിന്റെ ഇളയപ്പനെ മറ്റല്ലേ മറ്റേ യോഹനാൻ. അപ്പൊ ചോരയ്ക്ക് ചോരയോടൊരു കൂറ് കാണും, ഒരൽപ്പം തിളപ്പും കാണും. ആ തിളപ്പും വെച്ചോണ്ട് എന്റെ അടുത്തേക്ക് എങ്ങനെ വന്നാലുണ്ടല്ലോ ചോര വറ്റി പോത്തേ ഉള്ളൂ. ഇത്തിരി ഇന്ധനം കിട്ടിയാൽ ആളാൻ കാത്തു നിൽക്കുന്ന കനലിനോടാണ് കളി. കത്തിക്കും ഞാൻ. അതിനു വേണ്ടി വന്ന മുപ്പിരമിരിക്കുന്ന മൂന്നാം തൃക്കണ്ണ തുറക്കും ഈ ശിവൻ. കേട്ടോ വാടൻ സാറേ. തുടലിലായാലെന്ത്, തെരുവുനായയുടെ കുരയ്ക്ക് ഒരു കുറവുമില്ല. നിന്റെ അച്ഛനും ഇങ്ങനെ തന്നെ ആയിരുന്നെന്നാ എന്റെ ഇളയപ്പം പറഞ്ഞത്. യോഹന്നാൻ അടി എരന്നു വാങ്ങും, നിന്റെ അപ്പൻ കിട്ടുന്ന സ്ഥലത്ത് നിന്നൊക്കെ വാങ്ങും. നാട്ടിലെ അറിയപ്പെടുന്ന ചെണ്ട. അതായിരുന്നു മാണിക്കോത്ത് മഹേന്ദ്രൻ.